ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് വലിയ വീടൊന്നുമല്ല, ഇന്ന് നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ ഞാനാണിപ്പോൾ ഇന്ന് ഇൻട്രോ എടുക്കുന്നത്, കാരണം അമ്മയൊക്കെ കുറച്ച് ബിസിയാണ്. അമ്മ അടുക്കളയിൽ എന്തോ നല്ല പണിയിലാണ്. ആഷ്മി അവിടെ എങ്ങാണ്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനങ്ങ് എടുക്കാമെന്ന്. അമ്മ എന്തോ അടുക്കളയിൽ പണിയിലാണ്. അപ്പോൾ നമുക്ക് അടുക്കളയിൽ ഇപ്പോൾ നോക്കിയിടാം അമ്മ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ രാവിലെ കുറച്ച് പണിയൊക്കെ ഒതുക്കി വെച്ച് ഞാൻ അമ്മ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അമ്മ ലഞ്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കിയിടാം അമ്മ എന്തോ അടുക്കള ചെയ്യുന്നതെന്ന്. അടുക്കളയിൽ പക്ഷേ വരിക, പാപ്പപ്പാട്ട നമുക്ക് എടുത്തോണ്ട് പോവുക, തിന്നുക, അത് തന്നെ എല്ലാം പണി. എന്തുണ്ടാക്കിയതെന്തത്? തുറക്കൂ തുറക്കൂ. ഇത് കാണിച്ചിട്ട് പോവായിരുന്നു, ഞാൻ കാണിക്കാവേ. അവർക്ക് കൊണ്ട് കൊടുക്കുന്ന പരിക്കത്തിരിക്കുന്ന ബിസ്ക്കറ്റ്, അത് ആ ബിസ്ക്കറ്റ് കൊടുക്കരുത്. ആ ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രൈയിൽ ഇട്ടെടുക്കണം. ഫ്രൈയിൽ അപ്പൊ നമുക്കൊരു ഫ്രൈ ആയിട്ടുള്ള ഇതിൽ കിട്ടും. മീനൊക്കെ വറക്കാനൊക്കെ നമുക്ക് ഫ്രൈ ഒക്കെ ഏത്തക്ക, ഞാൻ ചിപ്സൊക്കെ എന്താ പച്ച ഏത്തക്ക മേടിച്ച് ചിപ്സൊക്കെ ഉണ്ടാക്കാൻ ഈ ഒരു സംഭവം നല്ല കേട്ടോ. ഫ്രൈയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടും. നമ്മൾ ഗ്യാസിലൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയം വിറവിൽ, ഞാൻ സാധാരണ എല്ലാം അതൊക്കെ ഉണ്ടാക്കുമ്പോൾ വിറവെടുപ്പിലായിരുന്നു. പക്ഷേ ഇത് വന്നതിന് ശേഷം എനിക്ക് അത്യാവശ്യം എളുപ്പമുണ്ട്. പക്ഷേ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ നാവിന് രുചിയായിട്ട് വരണം. അപ്പൊ ഞാൻ ഉച്ചക്കത്തേക്ക് മെഴുകുരട്ടി ഉണ്ടാക്കി ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. വെയിലിന് മുന്നേ പോകണം, എനിക്ക് ഉച്ചക്കായി. ഇപ്പൊ തന്നെ ഉച്ചയായി, നല്ല വെയിലുമായി. അയൽക്കൂട്ടത്തിന് പോകണം. ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. ഇനി അവർക്ക് ചോറ് കൊടുക്കണം. അവർക്കുള്ള മീനൊക്കെ ആക്കി വെച്ചിരിക്കുന്നുണ്ട്. അമ്മ എത്തിട്ടാണോ വരുന്നത്? അമ്മ റെഡി ആയിക്കണോ? ഇത് ഗ്യാസ് കിട്ടാൻ ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ ഉള്ളിയും തൊമരയും ഇത് വെച്ച് കേട്ടോ. ഞാനൊരു ഉള്ളിയും തൊമരയും എത്ര വർഷം മുന്നേ ഉള്ള ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ഇത് നല്ല ടേസ്റ്റ് ഉള്ള കറി കേട്ടോ. അല്ല, എത്ര വർഷം മുന്നുള്ള ചട്ടിയാണ്? ചട്ടി, ഈ ചട്ടി, ആ ചട്ടി, ഇതെല്ലാം ഞാൻ കളയത്തില്ല. വർഷങ്ങൾക്ക് മുന്നുള്ള ചില ചട്ടികൾ നമ്മൾ കളയാൻ തോന്നുന്നില്ല കേട്ടോ. അങ്ങനെയുള്ള പാത്രങ്ങളാണ് അപ്പുറത്തെ മെഴുകുവരട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കളയുന്നതായിരുന്നു, അപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കില്ലേ. അപ്പം എനിക്കിന്ന് ഭാഗ്യത്തിന് ട്യൂഷനും ഇല്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സാറിങ്ങനെ വൈകുന്നേരം സ്കൂളൊക്കെ എടുക്കുന്നതുകൊണ്ട് ഇന്ന് വെച്ചില്ല സാറ്. ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ട്യൂഷൻ ഫ്രീ ഡേ ആണ്. നമുക്ക് നല്ല ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ റെഡി ആയിട്ട് വാഷ്മി നീ വരുന്നില്ലയോ? ഞാനും റെഡി നിൽക്കുക. ഇപ്പം അങ്ങോട്ട് ഞായറാഴ്ച കൊണ്ട് ലേറ്റായിട്ടല്ലേ കഴിച്ചത്. അപ്പോൾ എല്ലാം എനിക്കിനി അവർക്ക് ചോറ് ആക്കിയില്ല. കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് 2 റൈസ് കുക്കറുണ്ട്. 2 റൈസ് കുക്കർ ഉണ്ടായിട്ട് ഭാരം ഉണ്ടെങ്കിൽ ഒരെണ്ണം കൊടുത്തേരെ. ഭാരമൊന്നും ഇല്ല, എനിക്ക് മാറി നേരിയേ. ഒരു വെള്ളം കൂടെ ഒഴിച്ചൊന്ന് തിളപ്പിക്കട്ടെ. ഇന്നത്തെ ചോറാണോ? ഇത് ഇന്ന് രാവിലെ ഞാൻ വെച്ച ചോറാ. ഇത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കണം. വെള്ളം പറ്റി, വെള്ളം ഊറ്റിയൊക്കെ എടുക്കും. നമ്മൾ ഊറ്റിയെടുക്കുന്നു. എന്തൊക്കെ കാണിക്കുന്നേ? അങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? പിന്നെ പൂച്ച. നമ്മുടെ മിക്കുവിനൊക്കെ പൂച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലിപ്പതറിയാം. ഇവിടെ വന്നതിന് ശേഷം ഒരു പൂച്ച, ആ പൂച്ച ഇവരുടെ കിഴിയിൽ മറത്തില്ല. എപ്പോഴും അവരെയും കൊണ്ട് ഇങ്ങനെ കുഴപ്പിച്ചോണ്ടിരിക്കും. മതിലിന്റെ മണ്ടയിൽ കൂടെ പോകുന്നുണ്ട്. എന്നാ ഒരു ഇച്ചിരി വിവരമുള്ള പൂച്ച അതിന് മാറി പൊക്കൂടെ? തന്നെ ഇല്ലയോ വാഷ്മി? പറത പോലെ കൊണ്ടു എനിക്കത്. കഷ്ടം. ആ അലമാരിയും തുറന്നേ, കുത്തി നിറച്ച് വെച്ചേക്കുന്ന തുണിയെല്ലാം കൂടെ. കഷ്ടം.
ഇടേ എന്നെ ഉടുപ്പിങ് കൊണ്ടുവാ. ഡ്രസ്സ് എടുത്തിട്ടേക്കുന്ന ആഷ്മി. നിനക്ക് എത്രമാത്രം ഡ്രസ് ഉണ്ടോ? നീ ഒന്ന് ഒരു ഡ്രസ് വേണ്ടി എടുത്തില്ലയോ? ഒരു ഡ്രസ്സും ഇല്ല, കഷ്ടം. അതാമേ മിക്കോനും മിങ്കൂനും എല്ലാം ചോറ് കൊടുക്കും കേട്ടോ. നമ്മുടെ ബെല്ല ഹാപ്പിയാണ് അവിടെ കേട്ടോ. ഞാൻ ഓരോ ദിവസം ഇടവിട്ട് ഞാൻ പോകാറുണ്ട്. അവരുമായിട്ട് ഇപ്പോൾ അടുപ്പമായി കേട്ടോ ബെല്ലയ്ക്ക്. ഇതാണ്ട് അവർക്ക് ചോറ് കൊടുക്കാനാണ്. അപ്പോഴേ കിടന്ന് വിളിക്കുന്ന ഈ വിശക്കുന്നേന്നും പറഞ്ഞു ഒന്നും കൊടുത്തില്ല ഇതുവരെ. അച്ചോടാ മുതിർന്നവർക്ക് ആദ്യം, മുതിർന്നവർക്ക് മോള് ഇറങ്ങരുത്. ഇവിടെ അമ്മയുടെ എന്നിട്ട് പൂട്ടടി അവിടെ കിടക്കട്ടമ്മ. നിനക്ക് ഫുഡില്ലെന്ന്, നിങ്ങൾക്ക് രണ്ടൊക്കെ ഫുഡില്ലെന്ന്. ഫുഡില്ല. തിരിഞ്ഞു നിൽക്കത്തില്ല, പർവ്വതം പോലെ കയറി നിൽക്കുക. പിന്നെ അവളെങ്ങനെ ചോറിന് ബാക്കി ചെരുപ്പെല്ലാം ഇവിടെ അതല്ല, ബാക്കി മറ്റേ ചെരുപ്പലായിട്ട് ചെരുപ്പിലാ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ ചെയ്താൾ കൊണ്ടതാട്ടെ ആഷ്മി വരണമെങ്കിൽ മതി, കൊണ്ട് കൊണ്ടേ എനിക്ക് പോകണ്ട. പോണ്ടേ എടി. ഈ ആശ ഭയങ്കര സാധനം പന്നെ കൊച്ചാ. നിങ്ങൾ എല്ലാവരും കമന്റ് ഇടണം കേട്ടോ. അങ്ങനെ ഞാനേ ചെരുപ്പില്ലാതെ എടുക്കുന്നത് പിന്നെ പഠിക്കാത്ത കയറുമ്പോഴേ ഇവളിറക്കും. ഇവളാണ് ഉറങ്ങാത്ത. ബാക്കി കൂടെ വരും. അയ്യേ ചമ്മി. ഇവിടെ പോടി. അവിടെ വരെയല്ലേ ഉള്ളു. ഇവ കുളിപ്പിച്ചല്ലേ ഉള്ളു ഇവരെ. അതെല്ലാം ഇവിടെ കുറേ ചീനിക്കമ്പ് നട്ടിരുന്നു കേട്ടോ. കംപ്ലീറ്റ് നാണ്ട് അടുത്ത് കളഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം. 1-2 ചീനിക്കമ്പുണ്ട്, ബാക്കി എല്ലാം തട്ടി കളഞ്ഞിട്ടുണ്ട്. കേട്ടിട്ട് വാ. എന്തിനുണ്ടായ സാധനമാണോ എന്തോ. കിടന്ന് ജോലി ചെയ്താൽ ഞാൻ വരെ റെഡിയായിട്ട് വെറുതെ ഇരുന്ന് അവളിമാര് റെഡിയായില്ല കണ്ട. ഒരുത്തിക്ക് ഡ്രസ്സില്ല ഇടാൻ. അലമാര് നിറച്ച് ഡ്രസ്സ് ഇരിക്കുന്നു. എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ആഷ്മിയുടെ സ്ഥിരം പല്ലവി അവൾക്ക് ഡ്രസ്സില്ല എന്നുള്ളത്. എന്തോ ഒരു കഷ്ടമാ. അതൊക്കെ ഞാൻ മേടിക്കും. പിന്നെ ഇനിയിപ്പോൾ ഓണമാണ് വരുന്നത്, ഓണത്തിനൊക്കെ എടുത്താൽ മതി. അതിപ്പോൾ നാളെ സ്കൂളിലൊക്കെ ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ട് പോന്നു, അത്രേ ഉള്ളൂ. നമ്മളെങ്ങനെ പോകുന്നത്? ബസ്സിലാന്നാ? എനിക്ക് പക്ഷേ നല്ല വെയിലുണ്ട്. ഞാൻ ചിലപ്പോൾ സ്കൂട്ടർ കൊണ്ടങ്ങ് പോകും, ഇല്ലെങ്കിൽ സ്കൂട്ടറിൽ അവിടെ വെച്ചിട്ട് പ്രിയദർശിനിക്കകത്ത് കയറിയത്. പ്രിയദർശിനിക്കകത്ത് ഇതുവരെ കയറിയില്ല, അതുകൊണ്ട് നോക്കട്ടെ. ചിലപ്പോൾ ഞാൻ സ്കൂട്ടറിൽ താമസിക്കും. എനിക്ക് അയൽക്കൂട്ടത്തിനൊക്കെ പോകണ്ടേ, 3 മണിക്ക് പോകണം. ശരിയാകത്തില്ല. തന്നെയല്ല നമ്മൾ ആഹാരം കഴിക്കാതല്ലേ പോകുന്നത്. എനിക്ക് വിശന്നിരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ എനിക്കങ്ങനെ പണ്ട് വാച്ച് കിട്ടുമായിരുന്നു കേട്ടോ. ഇപ്പം എനിക്കങ്ങനെ വാച്ചിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എങ്ങും പോകുന്നില്ല, എങ്ങും പോകാത്തതുകൊണ്ട് എനിക്ക് വാച്ച് വേണ്ടാത്ത. അതടുത്ത് ആഷ്മിക്ക് കെട്ടിക്കൊടുക്കാൻ ഞാൻ പറഞ്ഞു. എന്താ എളുപ്പം ഒന്ന് റെഡിയായിട്ട് വരുമോ? നല്ല വെയിലായി. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ല മഴക്കോളും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റും ഒരു മഴക്കോളും ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്നത്തെ പോക്ക്. ഇന്നലെ ആണെങ്കിലും ഉണ്ടല്ലോ, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് കുറേ കടകൾ കയറി ഇറങ്ങി ഈ ഒരു ജേഴ്സിക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഒരെണ്ണം ഇഷ്ടപ്പെട്ടില്ല, 2 എണ്ണത്തിനും. അവർ വിചാരിച്ചതില്ല പോലും. എല്ലായിടവും തീർന്നു. ഇവരുടെ സ്കൂളിൽ ലാസ്റ്റായി വേൾഡ് കപ്പിൻ്റെ പ്രോഗ്രാം നടക്കുന്നത്. ബാക്കി എല്ലാ സ്കൂളിലും നടന്നു കഴിഞ്ഞു. അപ്പം എല്ലാവരും മേടിച്ചു, തീർന്നു. അപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ടീം ആവുക. അതെന്ന് വെച്ചാൽ കടയിൽ ഏത് സ്റ്റോക്കാണോ ജേഴ്സി ഉള്ളത് ആ ടീം നിങ്ങളാവുക. ഇനിയിപ്പോൾ അതേ പറ്റത്തുള്ളൂ. അല്ല നിങ്ങളുടെ ടീമിൻ്റെ ജേഴ്സി കിട്ടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ ലാസ്റ്റ് നിമിഷത്തിൽ നടക്കത്തില്ല. ഇപ്പോൾ കടയിൽ ഏത് ജേഴ്സി സ്റ്റോക്ക് ഉണ്ടോ നിങ്ങൾ തൽക്കാലം അങ്ങോട്ട് മാറുക. നമുക്ക് കാര്യം നടന്നാൽ പോരെ. പിന്നെ തോറ്റനകത്തൊക്കെ തന്നെ ചെന്ന് കയറുന്നത്. നമുക്ക് അങ്ങനെ തോറ്റെന്ന് പറഞ്ഞിട്ടേ കാല് പറഞ്ഞ ആൾക്കാരില്ല. അരമണിക്കൂർ എടുത്തേക്ക് കൊച്ചു തലയിൽ ചെടക്കെടുക്കാൻ.
അപ്പോൾ ചെറിയ ഫോട്ടോ ഒന്നും ഇവിടെ ഇല്ല. വലിയ ഉള്ളോ രസമുണ്ട്, രസമുണ്ട്. നോക്കട്ടെ കുഴപ്പമില്ല. ആ പോ ഇനിയെങ്കിലും പോവോ, ഒന്ന് ഇറങ്ങും, ഇനിയെങ്കിലും ഇറങ്ങും. എങ്ങോട്ടേലും പോകുമ്പോൾ ഫാനും ഇട്ടേച്ചങ്ങ് പോവും. ഫാൻ ഓഫ് ചെയ്, ലൈറ്റ് ഓഫ് ചെയ്, എല്ലാം ഓഫ് ചെയ്, എല്ലാം ഓഫ് ഇട്ട് ഇറങ്ങ്. ഇനി നമുക്ക് കടയിലെത്തിയിട്ട് കാണാം. ഓഫ് ചെയ്. അത് അന്നേരത്തെ തീരുമാനം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങ് ചെയ്യാം. ബസ് കിട്ടുവാണെങ്കിലും ബസ്സിലങ്ങ് പോകാം. അയ്യോ ഞാൻ എന്നിട്ട് ഇല്ലല്ലോ, അവിടെ ലൈറ്റ് ഇട്ടേക്കുവന്നോ അടുക്കളയിൽ? അല്ലല്ലോ, നമ്മുടെ മുടിയെല്ലാം കുളമായി. എന്ത് മുടിയെ കിട്ടിയിട്ട് കട്ടലേ കിടന്നിട്ട് ഇങ്ങനെ അതിന് എത്ര നെഞ്ചില്ല ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നേ. എനിക്ക് ആ ഇച്ചിരി നേരം കിടന്ന് കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുക. അല്ല സ്കൂട്ടർ എടുക്കാം. നോക്കാൻ ഞാൻ എന്താ ഷൂ, നാളെ ആശ്മീന് ഡാൻസ് ഉണ്ട് കേട്ടോ സ്കൂളിൽ. അതിൻ്റെ ഷൂ ഒക്കെ വേണം പോലും. ഷൂ ഒരു ദിവസം ഇട്ടൊരു ഷൂ ഉണ്ട്, അത് ഇവിടെ കൊണ്ടുപോയി നോക്കിയെടുക്കണം. അതിനൊന്നും അവർക്ക് സമയമില്ല. അമ്മമ്മേ ഞങ്ങൾ സ്ഥിരം കടയിലെത്തി. ഈ കട ഞങ്ങൾ എപ്പോഴും വരാറുള്ളത്. ഒരു കടയിലും ഇല്ലെന്ന്. ഗായ്സ് ഞങ്ങൾക്ക് കണ്ടൊക്കെ വേണമെന്ന് ജേഴ്സി ഇവിടെ ഇല്ല ഗായ്സ്. നമുക്ക് നാഷ്മിക്ക് ബാഗ് എടുക്കാൻ പോകാം. ഞങ്ങളോട് ഇടാൻ പെരണിക്കലുള്ള കടകളിലെല്ലാം ഞാൻ കയറി ഇറങ്ങണം ഇതിന് വേണ്ടിയിട്ട്. ഇവിടെ ഒരു 100,000 ഇരിപ്പുണ്ട്, അതൊന്നും പോരാ. അതൊന്നും ഇല്ല ഞങ്ങൾക്ക് ഇടാൻ പറഞ്ഞോ. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരുമോ ഉള്ളതെടുക്കാനേ? ഇതിലല്ലോ ഇടണ്ട. ഇടത്തില്ല. ബാഗി ജീൻസും ആഷ്മിക്ക് പെൺപിള്ളേരെ കിട്ടിയില്ല കേട്ടോ. ഒന്നീ നീളം കൂടും അല്ല വണ്ണം കൂടും, സൈസ് കിട്ടിയില്ല. ഇനി ആ പാമ്പിള്ളേരെ നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയും വയ്യ. എവിടെ അങ്ങ് അറ്റമാണെന്ന് തോന്നുന്നു. എന്തൊരു കഷ്ടമാണ്. ഇതൊക്കെ ആയി. ആൺപിള്ളേരുടെ പെൺപിള്ളേരുടെ എടുത്തിനൊക്കെ അവർക്ക് ശരിയാവുന്നില്ല കേട്ടോ, വണ്ണം കിട്ടുന്നില്ല. അപ്പം പിന്നെ ആൺപിള്ളേരുടെ ഒക്കെ ആക്കി. അപ്പം ഇത് മതി. ഇത് ഇട്ടുകൊണ്ട് അവർക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ട് മാറ്റിയെടുത്ത്. ഇത് ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കാൻ പറ്റുന്നുണ്ട്. നീ കരുനാക്ക് വിളച്ചത് എൻ്റെ കരുനാക്കൊന്നും അല്ലേ. എനിക്ക് തുണിയില്ലേ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അലമാരി തുറന്ന് കാണിക്കാൻ കേട്ടോ. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എന്നെ കൊണ്ട് കണ്ട ആ ജീൻസിനിടാൻ ഷർട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. മാറി കണ്ണടി കടിക്കട്ടെ. ജീൻസിനിടാൻ, ജീൻസിൻ്റെ കൂടിടാൻ ഷർട്ടും മേടിപ്പിച്ചെന്നെ കൊണ്ട് കണ്ടേ. എന്താ തുണിക്കടി വന്നാലുള്ള പ്രശ്നം? കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. തുണിയില്ലേന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് കുറേ തുണി എടുപ്പിച്ചിട്ടുണ്ട് ആഷ്മി. ജേഴ്സി വാങ്ങിയത് നമ്മൾ അവിടെ നിന്ന് കിട്ടിയില്ല. നമ്മൾ പിന്നെ തൊട്ടപ്പുറത്ത് വേറെ കടയിൽ കയറി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ദാണ്ട് അടുത്തത് വിശപ്പ്. ഇതാ ഇവരെ കൊണ്ടൊക്കെ പുറത്ത് വന്നുള്ള കുഴപ്പം. അടുത്തത് വിശപ്പ് മാറാനായിട്ട് തൊട്ടടുത്ത ബേക്കറി കയറിയേക്ക് കേട്ടോ. 2 ഷാർജ പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് ചെയ്യാണ് ഷാർജയ്ക്ക് വേണ്ടിയിട്ട്. എന്നാലും എൻ്റെ പൊന്നാഷ്മി, നമ്മൾ പുറത്തോട്ട് പോകുന്നു, പ്രത്യേകിച്ചും തുണിക്കടലിട്ടൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഷ്മിക്ക് പിന്നെ ഒന്നുമില്ല, കൊടുക്കാനുമില്ല, ഉണ്ണാനുമില്ല, ഒന്നുമില്ല പുറത്തോട്ട് പോകുന്ന സമയത്ത്. ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പം കണ്ടായിരുന്നല്ലോ ഈ ഒന്നും ഇടാനില്ല, ഒന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ലച്ചുവിൻ്റെ തുണി എടുത്തിട്ട് എന്തൊക്കെയായിരുന്നു. പിന്നെ ഞാൻ 2-3 ടീഷർട്ട് ഒരു പാൻറ്റും ഒക്കെ മേടിച്ച് കൊടുത്ത് പോട്ടെ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവൾക്ക് പരതാഹം എടുത്തിട്ട് വയ്യ. ഞാൻ വിചാരിച്ചു ഒരു കുപ്പി വെള്ളം മേടിക്കാൻ. അടവ് എന്നെ വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ. എൻ്റെ ഫോണിനകത്ത് ചാർജില്ല കേട്ടോ. ഞാൻ ലച്ചുവിനോട് ഞാൻ പറഞ്ഞതായിരുന്നു ഫോൺ ചാർജിലിടണേ നമുക്ക് വീഡിയോ എടുക്കണം. അവൾ ചാർജിലിടാതെ എൻ്റെ വേറൊരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞത് എഡിറ്റ് ചെയ്യുമ്പം ചാർജിലിട്ടുകൊണ്ട് ചെയ്യണേ. അതുകൊണ്ട് എനിക്ക് ചാർജ് തീരാറായി എൻ്റെ ഫോണിൻ്റെ കേട്ടോ.
അതുകൊണ്ട് മറ്റേ ജേഴ്സിയൊക്കെ മേടിച്ച വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. എത്തിയിട്ടുണ്ട്. ഞാനൊരു സോഡ നാരങ്ങളും പറഞ്ഞിട്ടുണ്ട്, അത് എത്തിയിട്ടില്ല. എങ്ങനെയുണ്ട്? ഇവിടെ വരുമ്പം പറഞ്ഞിക്ക വരുമ്പോൾ ഇവിടെ കയറി ഇവർക്ക് ഷാർജ കുടിക്കണം, അല്ലെങ്കിൽ ഒരു സമാധാനമില്ല അല്ലേ അശ്മി? എപ്പോൾ വന്നാലും ഇവിടെ കയറണം. എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? അപ്പോൾ ഇനി പൈസ കൊടുക്കണമെങ്കിൽ എൻ്റെ ഫോണിൽ ചാർജ് വേണം. അപ്പോൾ ഇനി ബാക്കി വീഡിയോ വീട്ടിൽ ചെന്നിട്ട് കാണാം അല്ലേ? വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ജേഴ്സിയൊക്കെ കാണിച്ചു കൊടുക്കാം. എടുത്ത ജേഴ്സി അല്ലേ? ഞാൻ ഇത്രയും കിടന്ന് ചാടി എത്ര കടകൾ കയറി ഇറങ്ങി എൻ്റെ ഈശ്വര. എന്താ ലക്ഷ്മി ചൂടെടുക്കുന്നോ? പിന്നെ വീശുന്നു അതൊന്ന് ചൂടായിട്ട്. ഓക്കെ എനിക്കുള്ള നാരങ്ങ വെള്ളം വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ലച്ചുവിന് നാരങ്ങ വെള്ളം മതിയെന്നുള്ളൊരു ഇല്ല. മുക്കാൽ മണിക്കൂറായി ഒരു ഷാർജയും കൊണ്ട് ആശ്മി ഇരിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെത് ഒഴിഞ്ഞു, ലച്ചുവിൻ്റെത് ഒഴിഞ്ഞു. കണ്ടു, അവൾക്ക് വേണ്ട. ഈ കാണുന്ന ആക്രാന്തം മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാം ഇങ്ങനെ ആക്രാന്തം പിടിച്ച് വാങ്ങിപ്പിക്കും. പക്ഷേ ഇതുപോലെ അവസാനം ലച്ച് കഴിക്കേണ്ടി വരും. കണ്ടോ എത്ര സമയം എന്നറിയുമ്പോൾ കയറിയിട്ട് ഇതുവരെ ആ ഷാർജയുടെ പകുതി പോലും കുടിച്ച് തീർന്നില്ല. വേണ്ടാന്ന് പോലും ഇപ്പം പെട്ടെന്ന് കാശ് കൊടുത്ത് മേടിക്കുന്നേ. അങ്ങോട്ട് കഴിച്ചിട്ട് വന്നാൽ മതി, എത്ര മണിക്കൂർ എടുത്താലും. ഇനി അത് ലച്ച് തന്നെ കഴിച്ച് തീർക്കണം. പെട്ടെന്ന് കഴിക്കാം. പക്ഷേ നീ നോക്കിയാട്ടെ, പെട്ടെന്ന് കഴിക്കടേ. നാണക്കേടാ. നമ്മുടെ പുറകെ വന്നവരെല്ലാം എണീറ്റ് പോയി. നമ്മളെക്കാളും പുറകെ വന്നവർ പിള്ളേർ സഹിതം, കൊച്ചു പിള്ളേർ പോലെ എഴുന്നേറ്റ് പോയി. പെണ്ണിനെ കൊണ്ട് കയറിയാലുള്ള കുഴപ്പം. മതി, കഴിച്ചിട്ട് വാ. നീ ഞാൻ കഴിക്കിനി, വീട്ടിൽ ചെയ്യുന്ന ചോറ് കഴിക്കണ്ട, കഴിക്കിനി. അപ്പം എന്താ ചെയ്യാനാ? കഴിക്ക്. നീ എന്തിനാ പിന്നെ മേടിക്കുന്ന അശ്മി? വേണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം ഞാനല്ലായിരുന്നു അത് മനസ്സിലാക്കേണ്ടുന്നത്. നേരെ വീട്ടിലിട്ടങ്ങ് പോയാൽ മതിയായിരുന്നു വണ്ടി എടുത്ത്. ഇപ്പോൾ കുടിച്ചു വാ. ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് 2 ദിവസം കൊണ്ട് കടകൾ തോറും കയറി ഇറങ്ങുന്നത് കേട്ടോ. നാളെ സ്കൂളിലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വേൾഡ് കപ്പിൻ്റെ ഫിഫ വേൾഡ് കപ്പ്. ഈ സത്യം പറഞ്ഞാൽ ഞാൻ കയറി ഇറങ്ങാൻ ഒരു കടയില്ല. ഇന്നലെ കുറേ കടകൾ കയറി ഇറങ്ങി, ഇന്ന് കുറേ കടകൾ കയറി ഇറങ്ങി. ആദ്യം കയറിയ കടയിലില്ല, പിന്നെ വേറെ കടയിൽ നിന്ന് കയറി. എന്ത് ആശ്മിയുടേത്? ആശ്മിയുടെ കണ്ട് ഇടുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് യൂണിഫോമിൻ്റെ പാൻറ് ഇട്ടുകൊണ്ട് പോയാൽ മതി. പക്ഷേ അവൾക്ക് ഉടനെ എന്തിരുന്നത് ബാഗി ജീൻസ് വേണം. അന്നേരം ഉടനെ അതും മേടിപ്പിച്ചു. പിന്നെ 2-3 ഷർട്ടും എല്ലാം മേടിപ്പിച്ചു. നോക്കട്ടെ ആശ്മി, എന്ത് പടി മേളിൽ എഴുതി വെച്ചേക്കുന്നേ? അടുത്തത് അവരുടേത്. അത് കൊള്ളാം. കാശ് കൊടുത്ത് സാധനം മേടിച്ച പിന്നെ എന്താ കൊള്ളാത്തത്? പാൻറ് കാണിച്ചേ. പാൻറ് ഇത് തുണി ഇരിക്കുന്നതിന് കാണാൻ പറ്റത്തില്ല. മതി, ഇങ്ങോട്ട് വാ. പോയോ? എന്തൊരു ഭയങ്കര ഷോ കേട്ടോ. നാളെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് കൂട്ടുകാരുടെ മൊത്തം ഓർഡർ എടുത്ത് വെച്ചോക്കെ ബന്ധാനം മേടിക്കാനായിട്ട്. അത് സനയുടെ ഇല്ല, അതേ അഴുക്കാവടി. വൈറ്റും അഴുക്കാവടി. അവർക്ക് മതി എന്ന് പറഞ്ഞു, വൈറ്റ് മതി എന്ന് പറഞ്ഞു. അത് അഴുക്കാവും. തല കിട്ടിയേ, അശ്മിയുടെ തലയിലൊന്ന് കിട്ടിച്ചേക്കട്ടെ. ഇതിട്ടുണ്ടെന്നാ കളിക്കുന്നേ? ചേട്ടാ എന്തൊക്കെ കാണണേ ഈശ്വര. ഇങ്ങനെയാണേ? നോക്കട്ടെ, ഇങ്ങോട്ട് കൊണ്ടുവന്നേ. കൊണ്ടുവന്നേടി. വലിയോ? നോക്കട്ടെ എന്തൊക്കെ കാണും. പിന്നെ എന്താ ഉണ്ടായില്ല. എന്തേ ഉടുപ്പെന്ന് കാണിച്ച കാശ്മീരുടെ? ലച്ചുവിനും എടുത്ത് എന്തില്ലേ. നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ അത് ഓഫറിന് കണ്ടപ്പോൾ 190 രൂപ ടോപ്പെന്ന് കാണിച്ചേ.
ഒന്ന് കാണിച്ചു. അമ്മ എനിക്ക് എടുത്തോ. അല്ല അതിപ്പം ട്യൂഷനും ഒക്കെ പോകുമ്പോൾ ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് ഓഫറിന് കിടക്കുന്ന കണ്ടപ്പോൾ മേടിച്ചു. എത്ര 190? 100 കാണിച്ചു. പറയേണ്ട ആവശ്യമില്ല. അത് കുഴപ്പമില്ല, ഓഫറിന് കിട്ടിയതില്ലേ. ഓഫർ റേറ്റൊക്കെ പറയാം. പക്ഷേ ഇത് നോക്കണേ. അതുപോലെ അവിടെ വെച്ച് അവൾ എടുക്കും, വീട്ടിൽ വരുമ്പോൾ അവൾക്കത് വേണ്ട. കുഴപ്പമില്ല, 190 രൂപയ്ക്ക് ഇത്രയൊക്കെ മതി അല്ലേ? അമ്മ എടുത്തോണം. എനിക്ക് വേണ്ട, എനിക്കാണ് എടുത്തത്. എനിക്ക് ട്യൂഷനൊക്കെ പോകുമ്പോൾ ഇട്ടുണ്ടോ ജീൻസിൻ്റെ കൂടെ ഇട്ടുണ്ടോ അല്ലോ. ഇത് ഇപ്പം എന്നെ കൊണ്ട് എടുപ്പിച്ചതാണ്. ഒന്നും കഴിക്കത്തില്ല, പക്ഷെ വണ്ണം വെക്കണില്ല ഇല്ല. എന്നാട്ടും ഭക്ഷണം നല്ലോണം കഴിക്കുമോ അതും ഇല്ല. സാധാരണ ചോറൊക്കെ കഴിക്കുമ്പോഴില്ലേ വണ്ണം വെക്കുന്നത്, പക്ഷെ ഭക്ഷണം കഴിക്കത്തില്ല നേരെ ചൊവ്വേ. അടുത്ത ഒരെണ്ണം ഇത് എല്ലാം ജീൻസിൻ്റെ കൂടെ ഇടാൻ കൊള്ളാം കേട്ടോ. ഇതാണ്ട് ഇത് അങ്ങനെ 3 ഉടുപ്പും ഒരു ജീൻസുമാണ് ആഷ്മി എടുത്തത് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടത്. നോക്കട്ടെ തിരിഞ്ഞിങ്ങോട്ട്. ഇത് നല്ല രസമുണ്ട്, ജീൻസിൻ്റെ കൂടെ നല്ല രസമുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാവേ. ഓക്കേ.